ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഇന്ന ജഹന്നമ കാനത് മിർസാദാ. വചനം 21. ഇന്ന ജഹന്നമ നിശ്ചയമായും ജഹന്നം നരകം, കാനത് അതാകുന്നു, മിർസാദ പതിസ്ഥാനം കാത്തിരിക്കുന്നത്, നിരീക്ഷണ സ്ഥലം. നിശ്ചയമായും ജഹന്നം അഥവാ നരകം ഒരു പതിസ്ഥാനമാകുന്നു. ലിത്വാഗീന മആബാ. വചനം 22. ലിത്തോഗീന അതിക്രമികൾക്ക്, ധിക്കാരികൾക്ക്, മആബ സങ്കേതം, പ്രാപ്യസ്ഥാനം ആയിട്ട്, അതിക്രമകാരികൾക്ക് സങ്കേത സ്ഥലമായിക്കൊണ്ട്. ലാബിസീന ഫീഹാ അഹ്ഖാബാ. വചനം 23. ലാബിസീന താമസിക്കുന്ന, കഴിഞ്ഞുകൂടുന്നവരായിക്കൊണ്ട്, ഫീഹ അതിൽ, അഹ്ഖാബ പല യുഗങ്ങൾ, ദീർഘിച്ച കാലഘട്ടങ്ങൾ. അതെ, അതിൽ പല യുഗങ്ങൾ താമസിക്കുന്നവരായും കൊണ്ട്. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ. വചനം 24. ലാ യദൂഖൂന അവർ രുചി നോക്കുകയില്ല, ആസ്വദിക്കുകയില്ല, ഫീഹ അതിൽ, ബർദൻ ഒരു തണുപ്പും, വലാ ശറാബൻ ഒരു പാനീയവുമില്ല. അതിൽ വെച്ച് ഒരു തണുപ്പാകട്ടെ വല്ല പാനീയമാകട്ടെ അവർ രുചി നോക്കുന്നതല്ല. ഇല്ലാ ഹമീമൻ വഗസ്സാഖാ. വചനം 25. ഇല്ലാ ഹമീമൻ അത്യുഷ്ണ ജലമല്ലാതെ, ചുട്ടുതിളക്കുന്ന ജലമല്ലാതെ, വഗസ്സാഖോ ഗസ്സാഖും അഥവാ ദുർഗന്ധമുള്ള അതിശൈത്യ ജലവും, അത്യുഷ്ണ ജലവും ദുർഗന്ധത്തോടെ ഒഴുകുന്ന അതിശൈത്യ ജലവുമല്ലാതെ. ജസാഅൻ വിഫാഖാ. വചനം 26. ജസാഅൻ പ്രതിഫലമായിട്ട്, വിഫാഖോ യോജിച്ച, ഒത്തതായ, അവർക്ക് യോജിച്ച പ്രതിഫലമെന്ന നിലക്ക്. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ. വചനം 27. ഇന്നഹും നിശ്ചയമായും അവർ, കാനൂ ലാ യർജൂന അവർ പ്രതീക്ഷിച്ചിരുന്നില്ല, ഹിസാബൻ വിചാരണ, കണക്കുനോക്കൽ. നിശ്ചയമായും അവർ വിചാരണയെ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. വകദ്ദബൂ ബിആയാതിനാ കിദ്ദാബാ. വചനം 28. വകദ്ദബൂ അവർ വ്യാജമാക്കുകയും ചെയ്തു, ബി ആയാത്തിന നമ്മുടെ ലക്ഷ്യങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ, കിദ്ദാബ ഒരു വലിയ വ്യാജമാക്കൽ. നമ്മുടെ ലക്ഷ്യങ്ങളെ അവർ ഒരു വല്ലാത്ത വ്യാജമാക്കുകയും ചെയ്തു, അഥവാ ഇതാണ് കാരണം. വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബാ. നമ്മുടെ ലക്ഷ്യങ്ങളെ അവർ ഒരു വല്ലാത്ത വ്യാജമാക്കുകയും ചെയ്തു, അഥവാ ഇതാണ് കാരണം.
വചനം 29. വകുല്ല ഷൈഇൻ എല്ലാ കാര്യവും വസ്തുവും അഹ്സൈനാഹു നാം അതിനെ കണക്കാക്കിയിരിക്കുന്നു, തിട്ടപ്പെടുത്തിയിരിക്കുന്നു. കിതാബൻ എഴുത്തായി, രേഖപ്പെടുത്തിക്കൊണ്ട്. എല്ലാ കാര്യവും തന്നെ നാം എഴുതി രേഖപ്പെടുത്തി തിട്ടമാക്കി വെച്ചിരിക്കുന്നു. فذوقوا فلن نزيدكم إلا عذابا. വചനം 30. ഫദൂഖു ആകയാൽ ആസ്വദിക്കുവിൻ, രുചി നോക്കുവിൻ. ഫലൻ നസീദകും ഇനി നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കുന്നതേയല്ല, ഇല്ല അദാബ ശിക്ഷയല്ലാതെ. ആകയാൽ ഹേ അതിക്രമകാരികളെ, രുചി നോക്കിക്കൊള്ളുവിൻ. ഇനി നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ മറ്റൊന്നും നാം വർദ്ധിപ്പിച്ചു തരുന്നതേയല്ല. അതിരുവിട്ടിരുന്ന ധിക്കാരികളെ പതിയിരുന്ന് തേടിപ്പിടിക്കുന്ന സ്ഥലമത്രേ നരകം. അതിലെ കാവൽക്കാരായ മലക്കുകൾ അവിടെ പതിയിരിക്കുന്നുണ്ടാകും. പിന്നോക്കം പോകുന്നവരെയും തിരിഞ്ഞു പോകുന്നവരെയും അത് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. തദ്ഉമൻ അദ്ബറ വതവല്ല. അവരുടെ ഏക സങ്കേതമായ നരകത്തിൽ നിന്ന് അവർക്ക് ഒരിക്കലും രക്ഷയില്ല. കണക്കറ്റ യുഗങ്ങൾ അഥവാ എന്നെന്നും അവരതിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടിയിരിക്കുന്നു. അത്യുഗ്രമായ ഉഷ്ണത്തിനൊരു ശാന്തിയോ അസഹനീയമായ ദാഹത്തിന് ഒരു ശമനമോ പോലും അവർക്ക് ആസ്വദിക്കുവാൻ സാധ്യമല്ല. ദാഹത്തിന് ലഭിക്കുവാനുള്ളത് ഹമീം മാത്രമാകുന്നു. അതാകട്ടെ വായയും കുടലും വെന്തുരുകിപ്പോകുമാറുള്ള അത്യുഷ്ണജലം. തണുപ്പിന് ലഭിക്കുവാനുള്ളത് ഒസാക്കും. അതാണെങ്കിൽ നരകത്തിൽ നിന്ന് കിണ്ടൊഴുകുന്നതും ദുർഗന്ധവും അഴുക്കും നിറഞ്ഞതും, നരകത്തിന്റെ ഉഷ്ണത്തെ വെല്ലുമാറു തണുപ്പുള്ളതും. അള്ളാഹു നമ്മെ കാക്കട്ടെ. ആമീൻ. ഈ രണ്ടിനെപ്പറ്റിയും സൂറത്ത് സാദ് 57 വിവരിച്ചത് ഓർക്കുക. അള്ളാഹുവിന്റെ സന്ദേശങ്ങളെയും കൽപ്പനകളെയും ധിക്കരിച്ച് അക്രമികളായി ഭൂമിയിൽ ജീവിതകാലം കഴിച്ചുകൂട്ടിയവർക്ക് പരലോകത്ത് വെച്ച് അവരുടെ അഭീഷ്ടത്തിനും ഇച്ഛക്കും ഘടകവിരുദ്ധമായ ഇത്തരം കടുത്ത ശിക്ഷകൾ നൽകുന്നത് തികച്ചും അനുയോജ്യം തന്നെയാണ് എന്നത്രേ 26-ാം വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനെല്ലാം വിടയാക്കിയ അവരുടെ ചെയ്തികളെന്താണെന്ന് അള്ളാഹു എടുത്തുകാട്ടുന്നു. നരകക്കാരെ സംബന്ധിച്ചിടത്തോളം ഖത്താദ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടതുപോലെ ഇതിലധികം ഗൗരവമേറിയ മറ്റൊരു വാക്യം ഖുർആനിൽ ഇല്ലെന്നു പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കൂടുതൽ നൽകുവാനുണ്ടെങ്കിൽ അത് കൂടുതൽ ശിക്ഷ മാത്രമാണെന്ന് സർവാധിരാജനായ സൃഷ്ടാവ് അവരോട് പറയുമ്പോൾ അവരുടെ നിരാശയും സങ്കടവും എത്രമാത്രമായിരിക്കും ആലോചിച്ചു നോക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വിഭാഗം 2. അവിശ്വാസത്തിന്റെ കെടുതികളെയും ശിക്ഷയെയും കുറിച്ച് പ്രസ്താവിച്ച ശേഷം സത്യവിശ്വാസികളായ സൽഭാഗ്യവാന്മാർക്ക് അടുത്ത വചനങ്ങളിൽ അള്ളാഹു സന്തോഷവാർത്ത അറിയിക്കുന്നു.